ഹായ്, ഇന്നത്തെ എൻ്റെ യാത്ര വയനാട്ടിലെ അതിമനോഹരമായ ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. പിന്നെ അതിനടുത്തുള്ള കുറച്ച് ഹിഡനായിട്ടുള്ള പ്ലേസുകളും അതുപോലെ ടൂറിസ്റ്റ് ലൊക്കേഷനൊക്കെയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് മൈ ചാനൽ. വയനാട്ടിലെ തന്നെ അതിമനോഹരമായ റിസോർട്ടുകളിൽ ഒന്നാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി. ഏകദേശം 30ഓളം വരെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. 4 കാറ്റഗറി റൂംസാണുള്ളത്. പ്രോപ്പർട്ടിക്ക് അത് തന്നെ നല്ല വൈബാണ് കേട്ടോ. നല്ല ഇരിക്കാനായിട്ട് ഓരോ ഏരിയയിലും നല്ല ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്ന ഏരിയ ഒരു രക്ഷയില്ല. നല്ല ഹിൽ വ്യൂ ഒക്കെ കിട്ടുന്ന പ്രോപ്പർട്ടീൻ്റെ ഒരു സൈഡിലായിട്ട്, ഒരു സൈഡെന്നല്ല എൻ്റെ എന്ന് തന്നെ പറയാം, അടിപൊളി ഒരു ഏരിയയിൽ നല്ല ഹൈജീനിക് ആയിട്ട് നല്ലൊരു സ്വിമ്മിംഗ് പൂളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിഡ്സിനൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഏരിയ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വയനാടൻ മലനിരകളുടെ ഒരു ദൃശ്യ ഭംഗി നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഈ പൂളിൻ്റെ ഏരിയയിൽ ഇരുന്നാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ റൂംസൊക്കെ ഒന്ന് കണ്ടാലോ. ഇത് വാലി വ്യൂ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഒരു ഡബിൾ ബെഡ്റൂമും ഹാളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി കാറ്റഗറി റൂം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടേജ് നല്ല ഇതുപോലെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, ഹിൽ വ്യൂ ഒക്കെ കിട്ടും. ഇനി ഒരു ഹാൾ സെറ്റപ്പ് ഉണ്ട്, അതുപോലെ അതിനകത്ത് തന്നെ 2 റൂംസ് നല്ല ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അടിപൊളി റൂംസാണ് കേട്ടോ. ഇത് വാഷ്റൂം ആണെങ്കിലും നല്ല ഹൈജീനിക് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാറ്റഗറി റൂം അറയും പുരയും എന്ന് പറയുന്ന ഇവരെ ഒരു വിൻറ്റേജ് ടൈപ്പുള്ള റൂംസാണ് കേട്ടോ. അടിപൊളിയാണ്. നല്ലൊരു ഏരിയ തന്നെയാണ് ഈ റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഇൻറ്റീരിയൽ വർക്ക്, അതുപോലെ നല്ല പ്രൈവസി. ഓരോ റൂംസിനും നല്ല പ്രൈവസി ഉണ്ട്. റൂംസൊക്കെ നല്ല ഹൈജീൻ ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇൻറ്റീരിയറൊക്കെ ഒറിജിനൽ വുഡനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവരെ പ്രൈവസി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഫോറസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു കാറ്റഗറി റൂമാണിത്. നല്ല സ്പേഷ്യസ് ആയിട്ട് പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിൽ നല്ല പ്രൈവസിയോട് കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയിൽ നിന്നൊക്കെ നോക്കിയാൽ ഫോറസ്റ്റിൻ്റെ വ്യൂ കിട്ടുന്ന ഒരു അടിപൊളി ഒരു റൂം കാറ്റഗറി ആട്ടോ. റൂംസൊക്കെ നല്ല സ്പേഷ്യസുമാണ്, നല്ല ഹൈജീനിക് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ഓരോ റൂംസും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. പിന്നെ അതുപോലെ വാഷ്റൂം ആണെങ്കിലും ഒരു കപ്പിളിനോ ഫാമിലിക്കൊക്കെ സെറ്റായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഓരോ റൂംസ് കാറ്റഗറിയും ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ബംഗ്ലാവ് ടൈപ്പ് കാറ്റഗറി റൂംസ് ആട്ടോ. ഇവിടുത്തെ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള ഒരു അടിപൊളി കാറ്റഗറിയാണ് ബംഗ്ലാവ് ടൈപ്പ് കാറ്റഗറി. ഇവിടെ തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ കേട്ടോ. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ്. ഇതുപോലെ 4 റൂംസ് ഈ ബംഗ്ലാവിൽ അവൈലബിൾ ആണ് കേട്ടോ. ടോട്ടൽ 10 റൂംസാണ്. ബംഗ്ലാവ് കാറ്റഗറി 4 റൂംസ്, അതുപോലെ വാലി വ്യൂ 2 റൂംസ്, അറയും പുരയും 2 റൂംസ്, പിന്നെ അതുപോലെ ഫോറസ്റ്റ് വ്യൂ ഇതും 2 റൂംസാണ്. ബംഗ്ലാവ് തന്നെ നല്ലൊരു ഇൻഡോർ ഗെയിംസ് ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ല ഒരു റെസ്റ്റോറൻറ്റ് സ്പേസ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കോർണറിൽ ഇവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഹൈജീനിക് ആയിട്ട് സെറ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ് കേട്ടോ. അതുപോലെ നല്ലൊരു ഗെയിംസ് ഏരിയ, കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ പ്രോപ്പർട്ടിയുടെ ഒരു വശത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഗ്രില്ലിംഗ് ഫെസിലിറ്റി, ക്യാമ്പ് ഫയർ ഫെസിലിറ്റി ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഫാമിലി ഗെറ്റ് ടുഗദറിനും അതുപോലെ കപ്പിളായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് വയനാട് മേപ്പാടി ഊട്ടി റോഡിൽ റിപ്പൺ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. വയനാട്ടിൽ തന്നെ നല്ലൊരു ക്ലൈമറ്റ് കിട്ടുന്ന ഏരിയയാണ് ഈ ഏരിയ. പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് ചെമ്പ്ര പീക്ക്, അതുപോലെ അട്ടമല, റാണിമല, അതുപോലെ സൂചിപ്പാറ വാട്ടർഫാളാണ് അതിൻ്റെ സെൻറ്ററിലൂടെ ഒഴുകി വരുന്നത് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല ആംബിയൻസ്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നൊരു 10-15 കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് ഉണ്ട്, മഞ്ഞപ്പാറ. അതുപോലെ അവിടെ കുറേ ക്വാറി, പഴയ ക്വാറി ഇപ്പോൾ വർക്കിംഗ് അല്ല,
നമ്മൾ ദൃശ്യ മൂവിലൊക്കെ കാണുന്ന പോലത്തെ അതുപോലെയുള്ള ക്വാറികൾ. നല്ല രസമാണ്, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. പിന്നെ അതുപോലെ ഏറ്റവും പെട്ടെന്ന് ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഫാമിലീസിനാണെങ്കിലും കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രെക്ക് ചെയ്ത് എത്താൻ പറ്റിയ ഒരു ഹിൽ സ്റ്റേഷനാണ് മഞ്ഞപ്പാറ. അതും ഈ ക്വാറിക്ക് അടുത്തായിട്ട് വരും. നമുക്കിവിടെ എൻട്രി ഫീ ഒന്നുമില്ല, പക്ഷേ നമ്മളവിടെ പോകുന്നവർ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ തിരിച്ച് അതുപോലെ കൊണ്ടുവരാൻ നോക്കുക. അവിടെ ഇട്ട് ആ ഏരിയ നശിപ്പിക്കാതിരിക്കുക. ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നാൽ നമുക്ക് ഈ മഞ്ഞപ്പാറ ഹിൽ സ്റ്റേഷൻ്റെ താഴ്വരയിൽ എത്താൻ പറ്റും. പിന്നെ അവിടുന്ന് കുറച്ച് കയറിയാൽ മതി, നമുക്ക് ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും. അധികം വലിയ ചെങ്കുത്തായ മലനിരകളൊന്നുമല്ല, പെട്ടെന്ന് ട്രക്ക് ചെയ്തെത്താൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ഹിൽ സ്റ്റേഷൻ. നല്ല സൺസെറ്റും സൺറൈസൊക്കെ കിട്ടുന്ന കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഇവിടുന്ന് തന്നെ നമുക്ക് ചീങ്ങേരി ഹില്ലിൻ്റെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ചീങ്ങേരി ഹില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ വയനാട് ഒരു ട്രെക്കിംഗ് സ്പോട്ട് തന്നെയാണ്. അവിടുത്തെ ടിക്കറ്റ് ചാർജ് 50 രൂപയാണ്. നമുക്ക് ഇവിടുന്ന് കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയറും നെല്ലാറച്ചാലും ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഹിൽ സ്റ്റേഷനാണ്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് ഇനി ഞാൻ പറഞ്ഞ വേറെ ഒരു ഹിഡനായിട്ടുള്ള സ്പോട്ട് വയനാട്ടിൻ്റെ നെല്ലറച്ച. ഇതും ഇതുപോലെ നല്ല സൺസെറ്റൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്. കപ്പിളായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ് കേട്ടോ. പിന്നെ വണ്ടി ഇതിൻ്റെ അടുത്ത് വരെ വരും. ഇതിനകത്തേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ, അതവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ വരുമ്പോഴും പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവന്നാൽ നമ്മളത് തിരിച്ചു കൊണ്ടുപോകാൻ നോക്കുക, അല്ലെങ്കിൽ അവർ വെച്ചിട്ടുള്ള ഏരിയകളിലുള്ള ഡസ്റ്റ്ബിന്നിൽ ഇടാൻ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് എളുപ്പം എത്താൻ പറ്റുന്നൊരു വാട്ടർഫോളാണ് കാന്തൻപാറ വാട്ടർഫോൾ. ഇതും നല്ലൊരു ലൊക്കേഷനാണ്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ്. നമുക്കിവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും. മഴയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ, അന്നേരം ഇവിടെ ഇറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളും ഇതിന് ചുറ്റുവശങ്ങളിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റേക്കേഷനുകളും ഹിഡൻ ആയിട്ടുള്ള പ്ലേസസുകളൊക്കെ പരിചയപ്പെടാൻ സ്റ്റേക്കേഷൻ ബുക്ക് ചെയ്യാനും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിക്കാൻ മറക്കണ്ട. ബൈ.